ഹായ് നമസ്കാരം. നമ്മുടെ ജീവിതത്തിലൊക്കെ സംഭവിക്കാൻ സാധ്യതയുള്ള രണ്ട് സിറ്റുവേഷനുകൾ പറയാം. ഒന്നാമത്തെ സിറ്റുവേഷൻ, നമ്മൾ ഏതെങ്കിലും ആളുകൾ ഇംഗ്ലീഷിൽ നമ്മളോട് സംസാരിക്കുന്നത് കേൾക്കുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വീഡിയോ ഇംഗ്ലീഷിലെ വീഡിയോ കാണുന്നു. അപ്പോൾ അതിനകത്ത് പറയുന്ന മിക്ക വാക്കുകളും അതിനകത്ത് പറയുന്ന മിക്ക സെൻറ്റൻസുകളും നമുക്ക് കേട്ടാൽ മനസ്സിലാകും. ശരിയാണല്ലോ? അല്ലെങ്കിൽ നമ്മളൊരു ബുക്ക് വായിക്കുകയാണെന്ന് വിചാരിക്കാം, അതിനകത്ത് പറയുന്ന മിക്ക വാക്കുകളും സെൻറ്റൻസുകളും നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാവും. ശരിയാണല്ലോ? ഇത് ഒന്നാമത്തെ സിറ്റുവേഷൻ ഉണ്ടാവും. ഇനി രണ്ടാമത്തെ സിറ്റുവേഷൻ പറയാം. രണ്ടാമത്തെ സിറ്റുവേഷൻ, നമ്മളിൽ ഭൂരിഭാഗം ആളുകളും ചിന്തിക്കുന്നത് നമുക്ക് പലപ്പോഴും ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റാത്തത് നമുക്ക് ഇംഗ്ലീഷിലുള്ള വാക്കുകൾ അറിയാത്തതുകൊണ്ടാണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ പുതിയ ഇംഗ്ലീഷ് വാക്കുകളൊക്കെ കഷ്ടപ്പെട്ട് പഠിക്കും, അതിൻ്റെ അർത്ഥമൊക്കെ പഠിക്കും. എന്നിട്ട് ഈ വാക്ക് എവിടെയെങ്കിലും കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരും, ഇതെനിക്കറിയാട്ടാ, ഇന്ന വാക്കാണ്. എവിടെയെങ്കിലും ഇത് വായിക്കുമ്പോൾ നമ്മൾ പറയും അത് ഇന്ന വാക്കാണ്. പക്ഷേ നിങ്ങളൊരു ഇംഗ്ലീഷിൽ ആരോടെങ്കിലും സംസാരിക്കാൻ പോകുന്ന സമയത്ത് നിങ്ങൾ ഈ പഠിച്ച വാക്ക് നിങ്ങൾ ഒരിക്കലും ഉപയോഗിക്കുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാൻ ഓർമ്മ വരുന്നുണ്ടാവില്ല. നിങ്ങൾ അതിന് പകരം വേറെ ഏതെങ്കിലും വാക്ക് ഉപയോഗിച്ചിട്ട് പറയും, ചേട്ടാ ഞാൻ ഇതിന് പറ്റിയൊരു നല്ലൊരു വാക്ക്, നല്ല അടിപൊളി സ്യൂട്ടാവുന്നൊരു വാക്ക് ഞാൻ പഠിച്ചു വെച്ചതാണല്ലോ, എനിക്കത് ഓർമ്മ വന്നില്ലല്ലോ. അതുപോലെ തന്നെ എനിക്ക് കേൾക്കുമ്പോഴായാലും വായിക്കുമ്പോഴായാലും ഒക്കെ മിക്ക വാക്കുകളും അർത്ഥം മനസ്സിലാവുന്നുണ്ട്. പക്ഷെ സംസാരിക്കുന്ന സമയത്ത് എനിക്കിതൊന്നും ഉപയോഗിക്കാൻ പറ്റുന്നില്ലോ എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട് അല്ലേ? ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എന്താണ് ഈ കാരണം, എങ്ങനെ ഇത് പരിഹരിക്കാം, എങ്ങനെ നമ്മൾ പഠിച്ചെടുത്താൽ അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന മിക്ക വാക്കുകളും ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ സംസാരിക്കുന്ന സമയത്ത് നമുക്കിത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും എന്നുള്ള കാര്യങ്ങളാണ് സംസാരിക്കുന്നത് കേട്ടോ. എൻ്റെ പേര് ഷിജു തോമസ്. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മുടെ വീഡിയോനെ സഹായിക്കാനായിട്ടേ ഒരു കുപ്പിയും കുറേ സാധനങ്ങളും നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഈ കുപ്പിയും ഇതൊക്കെ എന്താണെന്നുള്ളത് നമ്മുടെ ഈ വീഡിയോൻ്റെ പോയിന്റ്സ് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുൻപ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്ന ഒരു ആപ്ലിക്കേഷനാണ് സ്പാർക്കി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ. നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിച്ച് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അവരെ സഹായിക്കുന്ന ഒരു ട്യൂട്ടർ അല്ലെങ്കിൽ ഒരു മെൻറ്റർ അല്ലെങ്കിൽ ഒരു ട്യൂഷൻ ടീച്ചർ എന്നൊക്കെ പറയുന്ന രീതിയിൽ നിങ്ങളെ ഫുൾ ടൈം 24/7 ഹെൽപ്പ് ചെയ്യുന്ന ഒരു കിഡിലൻ ആപ്ലിക്കേഷനാണ് സ്പാർക്കി എന്ന് പറയുന്നത്. അവരുടെ ഒരു വീഡിയോ നിങ്ങൾ കണ്ടു നോക്കിട്ടാ. Hi. What's your dream job, Leo? My dream job is accounts receivable in healthcare industry. That's a well-structured response, Leo. You're aiming high. What interests you about accounts receivable in the healthcare industry? Because accounts receivable main job role is speaking English. ഇപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഫോട്ടോൻ്റെ രൂപത്തിലായാലും വീഡിയോൻ്റെ രൂപത്തിലായാലും ഓഡിയോൻ്റെ രൂപത്തിലായാലും നിങ്ങൾക്ക് ഏത് ഡൗട്ട് ഉണ്ടെങ്കിലും, ഒരു ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾ നാളെ ഒരു ഇൻ്റർവ്യൂവിന് പോവാണ് അല്ലെങ്കിൽ നാളെ ഒരു പ്രസൻറ്റേഷന് പോവാണ്, അപ്പോൾ അതിന് വേണ്ട ഒരു ടോപ്പിക്ക് നമുക്ക് സ്പാർക്കിനോട് ചോദിക്കാം. സ്പാർക്കി ഇന്ന ടോപ്പിക്കിലുള്ള കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കൂ, അതിന് മറുപടി നിങ്ങൾ ഇംഗ്ലീഷിൽ പറയുമ്പോൾ സ്പാർക്കി പറയും നീ ഈ പറഞ്ഞ മറുപടി ഇന്ന രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നന്നായിരിക്കും എന്ന് പറഞ്ഞിട്ട് നമ്മളെ ഒരിക്കലും കളിയാക്കാത്ത, കുറ്റം പറയാത്ത, നമ്മളെ നിരുത്സാഹപ്പെടുത്താത്ത, നമുക്ക് എപ്പോഴും കാര്യങ്ങൾ കറക്റ്റായിട്ട് പറഞ്ഞു തരുന്ന ഒരു ഫ്രണ്ട് അല്ലെങ്കിൽ ഒരു ട്യൂട്ടർ അല്ലെങ്കിൽ ഒരു മെൻറ്റർ എന്നുള്ള രീതിയിൽ കണക്കാവുന്ന ഒരു ആപ്ലിക്കേഷനാണ് സ്പാർക്കി. അവളോട് ചെയ്യുന്ന ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ബാക്ക് ടു വീഡിയോയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് എനിക്ക് മിക്ക വാക്കുകളും കേട്ടാൽ മനസ്സിലാവുന്നുണ്ടെങ്കിലും സംസാരിക്കുമ്പോൾ ഞാൻ ഉപയോഗിക്കാൻ പറ്റാത്തത്? അപ്പം നമുക്ക് നമ്മുടെ ഉദാഹരണത്തിലേക്ക് കിടക്കാം. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ പോകുന്നു. ഓക്കെ, നമ്മൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് ബില്ല് 98 രൂപയോ 99 രൂപ ബില്ലായി. നമ്മളൊരു 100 രൂപയാണ് അവർക്ക് കൊടുക്കുന്നത്. ബാലൻസ് 1-2 രൂപ അവർ നമുക്ക് കോയിനായിട്ട് തിരിച്ചു തരണം. മിക്ക ഹോട്ടലുകാരും എന്ത് ചെയ്തിട്ടുണ്ടാവും, ഒരു ക്യാഷ് കൗണ്ടറിൽ ഇങ്ങനെ ഒരു കുപ്പി വെച്ചിട്ടുണ്ടാവും. ശരിയാണല്ലോ? ഒരുപാട് മിഠായികളൊക്കെ ഉള്ളത്. ഈ പിള്ളേരുടെ കുപ്പിയാണ് ബിസ്ക്കറ്റൊക്കെ ഇട്ട് വയ്ക്കുന്നത്. അപ്പോൾ ഞാനൊരു ഉദാഹരണം കാണിക്കാൻ എടുത്തുന്നല്ലോ. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇത്തരത്തിലുള്ള ഒരു കുപ്പി നമ്മുടെ ക്യാഷ് കൗണ്ടറിൽ ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ ഹോട്ടലിലെ ആൾ പറയും, അടപ്പ് തുറന്നിട്ട്, ചേട്ടാ ഇതിനകത്തുനിന്ന് ഒരു മിഠായി എടുത്തോ, 2 രൂപ ചില്ലറില്ല, ചേട്ടൻ ഒരു മിഠായി എടുത്തോ. അപ്പോൾ നിറച്ച് മിഠായികൾ ഇതിനകത്തുണ്ട്. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു മെൻഡോസ് കണ്ടോ, നിങ്ങൾ കിടിലൻ ഒരു മെൻഡോസ് അല്ലേ, ഇതിൻ്റെ ഏറ്റവും അടിയിലാണ്. അപ്പോൾ നിങ്ങൾക്ക് പുറമേ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ മെൻഡോസ് ഉള്ളത് കാണാം. മെൻഡോസ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം, മെൻഡോസ് നിങ്ങൾക്ക് കാണുകയും ചെയ്യാം. കടക്കാരൻ പറയുകയാണ് നിങ്ങളൊരു മിഠായി എടുത്തോ, നിങ്ങൾ എടുക്കുക, ഇവിടെ നിന്ന് മുകളിൽ നിന്നുള്ള ഒരു മിഠായി എടുക്കുള്ളൂ. അല്ലാതെ ഇത് മുഴുവൻ കൈയിട്ട് ഇളക്കി ഇതിൻ്റെ അടിയിൽ പോയി നമ്മൾ മിഠായി നമുക്ക് ഇഷ്ടപ്പെട്ട ആ മിഠായി നമ്മൾ സെലക്ട് ചെയ്തെടുക്കുന്നത് വളരെ കുറവായിരിക്കും. ശരിയാണല്ലോ? നമ്മൾ മുകളിൽ നിന്നൊരു മിഠായി കിട്ടിയതെടുക്കുന്നു, നമ്മൾ മെൻഡോസ് പ്രതീക്ഷിച്ച് നമുക്ക് കിട്ടിയത് ഓറിയോ ആണ്. അപ്പോൾ നമ്മൾ ഓറിയോ എടുത്ത് നമ്മൾ തൽക്കാലം തൃപ്തിപ്പെട്ടു. ഒരു കുപ്പീനെ മൊത്തത്തിൽ നമ്മുടെ ബ്രെയിനിൻ്റെ വൊക്കാബുലറീൻ്റെ ഒരു സ്റ്റോറേജ് ആയിട്ട് നമുക്ക് കണക്കാക്കാം. അപ്പോൾ ഈ സ്റ്റോറേജിൻ്റെ ഉള്ളിൽ നമ്മൾ പുതിയ വാക്കുകൾ, ഇംഗ്ലീഷ് വാക്കുകളൊക്കെ പഠിച്ചു വെച്ച പോലെ തന്നെ നമ്മുടെ ബ്രെയിനിൽ നിറച്ച് ഇംഗ്ലീഷ് വാക്കുകൾ നിറഞ്ഞിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഇതിന് ടെക്നിക്കലി പറയുകയാണെങ്കിൽ ഈ ഫുൾ പോർഷനെ, നമ്മുടെ വൊക്കാബുലറിൻ്റെ ഫുൾ പോർഷനെ നമ്മൾ ലെക്സിക്കോൺ എന്ന് പറയും. നമ്മൾ സംസാരിക്കുമ്പോൾ എന്ത് ചെയ്യും, ഹോട്ടലിൽ നിന്ന് ഈ കുപ്പിയിൽ നിന്ന് മിഠായി എടുക്കുന്ന പോലെ തന്നെ നമ്മൾ ഏറ്റവും മുകളിലുള്ള വാക്ക് നമ്മൾ എടുത്തിട്ട് ഉപയോഗിക്കും. മനസ്സിലായോ?
അതാണ് സർഫസ് ലെക്സിക്കോൺ എന്ന് പറയുന്നത്. ടെക്നിക്കലി വാക്കൊന്നും കേട്ട് ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പം നമുക്ക് ഏറ്റവും മുകളിൽ ഫ്രീ ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള വാക്കാണ് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് എടുത്ത് ഉപയോഗിക്കുക. പക്ഷേ കേട്ടാലും കണ്ടാലും വായിച്ചാലും ഒക്കെ നമുക്ക് ഇതിനകത്തുള്ള മുഴുവൻ വാക്കുകളും മനസ്സിലാവാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു പ്രശ്നം അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ ഇങ്ങനെ ആയതുകൊണ്ടാണ് നമ്മൾക്ക് പലപ്പോഴും ഇംഗ്ലീഷിൽ നിന്നല്ലാട്ടാ, നിങ്ങൾ മലയാളത്തിലും ചിന്തിച്ചോ, മലയാള കടുകട്ടി വാക്കുകളും നിങ്ങൾക്ക് കേട്ടാൽ മനസ്സിലാവും. പക്ഷെ നമ്മൾ സംസാരിക്കുമ്പോൾ ഇതൊന്നും പ്രയോഗിക്കുന്നുണ്ടാവില്ല. അപ്പോൾ സെയിം ടെക്നിക്ക് തന്നെയാണ് നമ്മൾ ഇവിടെയും അപ്ലൈ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാരണം മനസ്സിലായി എന്തുകൊണ്ടാണ് എനിക്ക് ഇംഗ്ലീഷിലുള്ള വാക്കുകൾ സംസാരിക്കുമ്പോൾ പറയാൻ കിട്ടാത്തതെന്ന്. അപ്പോൾ ഇനി ഇതിൻ്റെ ഒരു സൊല്യൂഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വേറൊരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ പോയപ്പോൾ അവിടെയും ഇതുപോലെ തന്നെ 98 രൂപ ബില്ലായി. 2 രൂപ ബാലൻസിന് പകരം ആ ചേട്ടൻ പറഞ്ഞു മിഠായി ഏത് വേണമെങ്കിലും എടുത്തോ എന്ന് പറഞ്ഞു. ഈ കടയിലെ ചേട്ടൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ചേട്ടൻ ഈ കുപ്പിക്ക് പകരം ഒരു പരന്ന പാത്രത്തിൽ ഇത് മുഴുവൻ ഇങ്ങനെ പരത്തിയിട്ടോക്കാണ്. മനസ്സിലായി? ആ ചേട്ടൻ മിഠായി വെച്ചിട്ടുള്ളത് ഇങ്ങനെ പരന്നൊരു പാത്രത്തിലാണ്. ഓറിയുണ്ട്, മറ്റേ സംഭവങ്ങളൊക്കെ ഉണ്ട്. നമ്മൾക്ക് ഇഷ്ടപ്പെട്ട മെൻഡോസ് ഇവിടെ ഇടയിൽ എടുക്കുന്നുണ്ട്. നമ്മളോട് പറയണം ഒരു മിഠായി എടുത്തോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഓടിപ്പോയിട്ട് നമ്മൾ ആ ഇഷ്ടപ്പെട്ട മിഠായി എടുക്കും. കാരണം ഇത് പരന്ന പാത്രമാണ്. ഇതിന് എളുപ്പത്തിൽ നമുക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ എടുക്കാൻ ഭയങ്കര എളുപ്പമായതുകൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട മിഠായി നമ്മൾ മറ്റേ മിഠായിക്ക് പകരം നമ്മൾ എടുക്കുന്നതായിരിക്കും. ശരിയല്ലേ? അപ്പോൾ ഇതേ ടെക്നിക്ക് നമ്മൾ എന്ത് ചെയ്യണം? ഇതേ ടെക്നിക്ക് നമ്മൾ നമ്മുടെ ബ്രെയിനിൽ അപ്ലൈ ചെയ്യണം. നമ്മുടെ ബ്രെയിനിൻ്റെ വൊക്കാബുലറി ഇങ്ങനെയാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ സർഫസ് ഏരിയ കൂട്ടണം. നമുക്ക് മാക്സിമം ഏരിയയിൽ ഒരുപാട് വാക്കുകൾ പരന്നിരിക്കുന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് ഭയങ്കര എളുപ്പത്തിൽ വാക്കുകൾ സെലക്ട് ചെയ്യാം അല്ലേ? എങ്ങനെ ചേട്ടാ ഇത് നമുക്ക് വലുതാക്കി എടുക്കാം എന്ന് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു ഉദാഹരണം പറഞ്ഞ് നിങ്ങളൊരു വാക്ക് പഠിക്കുകയാണെന്ന് വിചാരിക്കാം. അല്ലെങ്കിൽ നിങ്ങളൊരു വാക്ക് പെട്ടെന്ന് കേട്ടു, നിങ്ങൾക്ക് അറിയാവുന്ന വാക്കാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ എവിടെയെങ്കിലും ഒരു ചെറിയ ബുക്ക് നിങ്ങളിൽ ഉണ്ടെങ്കിൽ, മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ അതിൽ നോട്ട് ചെയ്ത് വയ്ക്കുക. ഈ ഒരു വാക്ക്, അതിൻ്റെ വാക്കിൻ്റെ അർത്ഥം അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ അർത്ഥം എഴുതി വയ്ക്കുക. അറിയുന്നവരാണെങ്കിൽ അത് വെച്ചിട്ടുള്ള 1-2 ഉദാഹരണ സെൻറ്റൻസുകൾ എഴുതി വയ്ക്കുക. പിന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ്, ഈ വാക്ക് പർപ്പസ്ഫുള്ളി നമ്മൾ നെക്സ്റ്റ് ഒരു 3-4 ഡേയ്സിലേക്ക് ഈ വാക്ക് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ആവശ്യമുണ്ടെങ്കിലും ആവശ്യമില്ലെങ്കിലും അത്തരത്തിലൊരു സിറ്റുവേഷൻ ഉണ്ടാക്കിയിട്ട് നമ്മൾ ഡെയിലി ഉപയോഗിക്കാൻ ശ്രമിക്കുക. മനഃപൂർവ്വം ശ്രമിക്കുക ആ ഒരു വാക്ക് ആഡ് ചെയ്തിട്ട്. ഇതൊരു 3-4 ദിവസം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ വാക്ക് ഓട്ടോമാറ്റിക്കലി നമ്മുടെ സർഫസ് ഏരിയയിൽ വന്ന് കിടക്കും. അതായത് നമ്മളിത് ഡെയിലി ഉപയോഗിക്കുന്ന, കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു വാക്കായിട്ട് ഇത് മാറുകയും നാളെ നമ്മൾ സംസാരിക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് ഈ വാക്ക് എളുപ്പത്തിൽ പ്രയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ, തുടക്കക്കാരായുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഒരു വാക്ക് എടുത്തിട്ട് 2-3 ദിവസം കൊണ്ട് പഠിച്ചാൽ മതി. അല്ല നിങ്ങൾ കുറച്ചുകൂടെയൊക്കെ അഡ്വാൻസ്ഡ് ആണ്, നിങ്ങൾക്ക് 3-4-5 വാക്കൊക്കെ പഠിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത്തരത്തിൽ നിങ്ങൾക്ക് കൂട്ടി കൊണ്ടുവരാനായിട്ട് സാധിക്കും കേട്ടോ. ക്ലിയർ ആയില്ലേ? നമുക്ക് കേട്ടാൽ മനസ്സിലാവുകയും സംസാരിക്കാൻ പറ്റാത്തെന്നുള്ള കാരണം ഞാൻ പറഞ്ഞു. എന്താണ് അതിൻ്റെ സൊല്യൂഷൻ എന്നും പറഞ്ഞു. ഇതിൽ പറഞ്ഞ കിടിലൻ ട്രിക്കേ, ഈ ലെക്സിക്കോണിനും സർഫസ് ലെക്സിക്കോണിൻ്റെയും കിടിലൻ ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇത്തരത്തിൽ പ്രശ്നം നേരിടുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്കും അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. അപ്പോൾ ഇതുപോലുള്ള കിടിലൻ വീഡിയോകൾ കാണുന്നുണ്ടെങ്കിൽ, എൻ്റെ പേര് ഷിജു തോമസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. കൂടുതൽ വീഡിയോകൾ കാണണമെന്ന് ആഗ്രഹമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നേരത്തെ പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ഉണ്ടല്ലോ സ്പാർക്കി, അത് ഒന്ന് കയറി നോക്കാനും താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്യാനും മറക്കണ്ട കേട്ടോ. എന്നിട്ട് ട്രൈ ചെയ്തിട്ട് യൂസ്ഫുൾ ആയോ ഇല്ല എന്നുള്ളതിൻ്റെ ഫീഡ്ബാക്ക് നമ്മുടെ ഏതെങ്കിലും വീഡിയോൻ്റെ കമൻറ്റിൽ അറിയിച്ചോളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.